ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വായ്മൊഴി, വരമൊഴി, രണ്ടാമത്തത് വർണ്ണവിഭാഗം അല്ലേ? അത് രണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഒന്നുകൂടി വേണമെങ്കിൽ മിസ് വായിക്കാതെ. അപ്പൊ പേജ് നമ്പർ 80 എടുത്തു എല്ലാവരും. വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോവിന്ദൻ. നമ്മൾ വായിച്ചാണത്. എവിടെയൊക്കെ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഓടപ്പിറന്നോൾക്കുള്ള മരുന്ന. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വരമൊഴിയിൽ എഴുതുന്ന ഭാഷയിൽ, വരമൊഴി എന്ന് പറയുമ്പോൾ എഴുതുന്ന ഭാഷയാണ്, വായ്മൊഴി എന്ന് പറയുന്നത് പറയുന്നതാണ് അല്ലെ? എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം. അപ്പോ നമ്മളിങ്ങനെ ചോദിക്കുക അല്ലെ, എന്താ ഒരു എവിടെയാ പോകുന്നതെന്നാലും ചോദിക്കുക അല്ലെ? എവിടെയാ പോകുന്നതെന്നില്ലേല് വരമൊഴിയിലാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണ് പോകുന്നത് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? എവിടെയാ പോകുന്നത്, നീ എങ്ങോട്ടാ പോകുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും അല്ലെ? അപ്പോ നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേർ ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് കൂടപ്പിറന്നവൾക്കുള്ള, അതായത് കൂടപ്പിറന്നവൾക്കുള്ള മരുന്ന് ആണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവും ഉണ്ട്. വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കും. ഇതെന്തൊരു? തിരുവനന്തപുരത്തെ ഭാഷ. ഇതെന്തോന്ന? കോട്ടയം. ഇതെന്തവാ? മൂവാറ്റുപുഴ. ഇത് എന്താണ്? എറണാകുളം. ഇതെന്തോന്ന്? തൃശ്ശൂർ. അത് നമ്മൾ പഠിച്ചാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് വർണ്ണവിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന് ചില പ്രത്യേകതകൾ വച്ച് താഴെ കാണുന്ന വിധത്തിൽ തരംതിരിക്കാവുന്നതാണ് അല്ലെ? എന്ത്? കഖ ഗഖ ങ കവർഗാണെന്ന് പറഞ്ഞു, കായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചവർഗം, ചാച്ചന, ടാഠ ഡാഠണ ടവർഗം, താത്ത തത്തന തവർഗം, പാപ്പ പാപ്പമ പവർഗം അല്ലെ? അപ്പൊ കാ ച ട ത പ എന്ന് ഓർത്ത് വെച്ചാല് നിങ്ങൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും തെറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് ശബ്ദത്തിന്റെ പരുവരിപ്പ് കൊണ്ട് ക, ച, ത. കേൾക്കുന്നില്ലേ മക്കളെ? ക, ച, ട, ത, പ എന്നീ അക്ഷരങ്ങളെ ഖരം എന്ന് പറയുന്നു. ഇവയോട് ഹകാരം ലയിപ്പിച്ച്, അതായത് ഹ എന്ന അക്ഷരം ലയിപ്പിച്ച് എന്ത് ചേർത്തവയാണ് ക, ച, ഠ, ത, പ. ഇവയ്ക്ക് അധികരം എന്നും. കേൾക്കുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞത് ശബ്ദത്തിന്റെ പരുവരിപ്പ് കൊണ്ട് ക, ച, ഠ, ഥ, പ എന്നീ അക്ഷരങ്ങളെ കരം എന്നും ഇവയോട് ഹകാരം, അതായത് ഹ എന്ന അക്ഷരം ലയിപ്പിച്ച് ചേർത്തവയാണ് എന്ത്? ഖ, ച, ട, ത, പ. ഇവയ്ക്ക് അധികരം എന്നും പേർ. ഗ, ജ, ഡ, ദ, ബ എന്നിവ മൃദുവാണ്. അവയോട് ഹകാരം ചേർത്ത ഖ, ച, ഡ, ദ, പ എന്നിവയ്ക്ക് ഘോഷം എന്നും പേർ. ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. ക, ച, ട, ത, പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകും. ഇവയ്ക്ക് അനുനാസികം, മൂക്കിലൂടെ ഉച്ചരിക്കുന്ന അനുനാസികം എന്നും പേർ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യ, ര, ല, വ, ള, ഴ, റ എന്നിവ മധ്യമങ്ങൾ. ശ, ഷ, സ, ഹ എന്നിവ ഊഷ്മാക്കൾ എന്നും പറയുന്നു കേട്ടോ. ഇവയെ ഒരു പട്ടികയിലാക്കിയിട്ടാണ് താഴെയുള്ളത്. ഖരം, അധികരം, മൃദു, കോശം, അനുനാസികം, വർഗാക്ഷരങ്ങള്, ഊഷ്മാക്കൾ ആൻഡ് മധ്യമങ്ങള് അല്ലെ? ഓ, നെക്സ്റ്റ് എന്താ പറയുന്നത്? അപ്പൊ വർഗാക്ഷരങ്ങൾ ആദ്യത്തെ 4 ശാശാസായും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് എടുക്കാനുള്ള എന്താണ്? കർത്താവ്, മൂന്നാമത്തത് കണ്ടോ, പേജ് നമ്പർ 82. അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ.
അല്ലെ? ഇത് മൂന്നാണ് നമുക്ക് പഠിക്കണം. ഇംഗ്ലീഷിൽ എന്ത് പറയും? സബ്ജക്റ്റ് അല്ലെ? കേൾക്കുന്നില്ലേ? വെർബ് ക്ലിയർ ഇല്ലേ? എന്ത് പറ്റിയാവോ? ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം അല്ലെ? ക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണല്ലേ ക്രിയ എന്ന് പറയുന്നത്. അപ്പോ ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് ആര്? കർത്താവ്. ഒരു ക്രിയ ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ എന്താ, ഇപ്പൊ ജസ്റ്റസ് പഠിക്കുന്നു എന്ന് പറയുമ്പോ ആരാ അതിലത്തെ കർത്താവ്? ആരാ കർത്താവ്? ജസ്റ്റസ്. ഓക്കെ. കർമ്മം അല്ല ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് എന്താ മക്കളെ? ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ എന്താണ്? ഇപ്പൊ ജസ്റ്റസ് പഠിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് അതിലത്തെ ക്രിയ? കർത്താവ് സബ്ജക്ട്. കർത്താവ് എന്ന് പറഞ്ഞ സബ്ജക്ട്. കേൾക്കുന്നില്ല അഫ്രാസെ? അപ്പൊ നമ്മളിപ്പോ ജസ്റ്റസ് പഠിക്കുന്നു എന്ന് പറയുമ്പോ പഠിക്കുന്നു എന്നതാണ് അതിലത്തെ ക്രിയ അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. കുട്ടികൾക്ക് കേൾക്കുന്നില്ല എന്നാ തോന്നുന്നത്. ജസ്റ്റസ് കേൾക്കുന്നുണ്ടോ? ആതിര, ഹെവൻ ഇല്ല അല്ലേ? അപ്പൊ ആന വരുന്നു എന്നതിൽ നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? എന്താണ് ഒരു കർത്താവ് എന്ന് പറഞ്ഞത്? അതിലുള്ള ആര്? സബ്ജക്റ്റ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? സബ്ജക്റ്റ്. അപ്പൊ ഇപ്പം ആരാ? ഉദാഹരണം പറഞ്ഞ എന്താണ്? ജോയൽ എഴുതുന്നു എന്ന് പറഞ്ഞാല് അതിലത്തെ കർത്താവ് എന്ന് പറഞ്ഞത് ആരാ? ജോയലാണ് അല്ലേ? അപ്പൊ അതിലത്തെ ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് എന്ത്? ക്രിയ എന്ന് പറയുക. എഴുതുകയാണ് അതിലെന്ത്? മനസ്സിലാവുന്നുണ്ടോ? എന്നാ നിങ്ങൾ ഒരു വാക്യം പറഞ്ഞേ. അങ്ങനെ അയാൾ കളിക്കുന്നു. ഓക്കെ. അയാൾ കളിക്കുന്നു. അപ്പൊ അയാൾ ആരാ? കർത്താവ് അല്ലെ? കളിക്കുകയാണ് എന്ത്? ക്രിയ അല്ലെ? അപ്പൊ എഴുതുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഓടുന്നു, അവൻ ഫുട്ബോൾ കളിക്കുന്നു, അവൻ ചാടുന്നു, ഇങ്ങനൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന്റെ ക്രിയ അവര് ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ? ആ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് എന്ത് പറയുക? അതിലത്തെ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആന വരുന്നു എന്നാണ് അല്ലെ? വാക്യത്തില് എന്ന വാക്യത്തിൽ ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നതാണ് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് ആര്? കർത്താവ് അല്ലെ? ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ആര്? കർത്താവ്. ഈ വാക്യത്തിൽ ആനയാണ്. അപ്പൊ എന്താണ്? ആന വരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് കർത്താവ്? ആന. ആന. ഓക്കെ. കർത്താവും ക്രിയയും ചേർന്നാൽ എന്തായി? വാക്യമായി അല്ലെ? കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി അല്ലേ? അങ്ങനെയല്ലേ മക്കളെ? കർമ്മം കൂടി ഉണ്ടായാലും വാക്യം തന്നെയാണ്. അപ്പൊ അതില്ലെങ്കിലും കർത്താവും ക്രിയയും ചേർന്നാലും എന്തായി? വാക്യമായി അല്ലേ? വാക്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വാക്യത്തിനൊരു നിർവചനം എന്താണ്? അതെ, അതിനെന്താണ്? വാക്യത്തിന് ഒരു നിർവചനമുണ്ട് മലയാളത്തിൽ. എന്താണ് വാക്യം? ഒരു സെന്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ എന്തിനാണ് നമ്മളൊരു വാക്യം ഉണ്ടാക്കുന്നത്? വിചാരങ്ങള്, നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടിയല്ലേ? അപ്പോ വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിന് പറ്റത്തെയാണ് എന്ത് പറയുന്നത്? വാക്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും ചോദിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും മനസ്സിലുള്ള ചോദിക്കാനല്ലേ നമ്മൾ പറയുക. അപ്പൊ എന്താവും? ഒരു വാക്യാവും അല്ലെ? അപ്പൊ വാക്യത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കർത്താവും ക്രിയയും എന്തായാലും വേണം. കർത്താവും കർമ്മവും ക്രിയയും ഉണ്ടാവും ചിലപ്പോ വാക്യത്തിൽ
അല്ലെ? ആന വരുന്നു എന്ന് പറയുന്നതില് കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ താഴെ പറഞ്ഞ എന്താണ്? കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. എന്നാലോ അടുത്ത പറയുന്നത് എന്താണ്? പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ എന്താ ഉള്ളത്? കൊന്നു എന്ന ക്രിയയുണ്ട്. പിന്നെയോ പൂച്ച ആരാണ്? പോയോ? പൂച്ച ആരാണ് അതില്? കർത്താവാണ് മക്കളെ. ഓക്കെ. പിന്നെന്താ ചെയ്യുന്നത്? ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടി ഉണ്ട്. അതെന്താണ്? കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ആര്? കർമ്മം എന്നാണ് അതിനെ പറയുക. കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ആര്? അതില് കർമ്മം. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. ഒരു വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കർത്താവ്, കർമ്മം, ക്രിയ. അപ്പോ പൂച്ച എലിയെ കൊന്നു എന്നതിലെ കർത്താവ് ഏതാണ്, കർമ്മം ഏതാണ്, ക്രിയ ഏതാണ്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനാവൂലേ ആൻസർ? മനസ്സിലായോ? അതാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കാം വേറെ എന്തെങ്കിലും. ഇപ്പം എന്താണ്? അയാൾ പശുവിനെ കൊന്നു അല്ലെ? അങ്ങനെ പറയുമ്പോ കർത്താവാരാണ്? അയാളാണ്. പശു പശു ക്രിയ, പശു പശു കർമ്മം, കൊല്ലുന്നത് ക്രിയ. ക്രിയ. ഓക്കെ. അപ്പൊ അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി എന്ന് പറഞ്ഞത് എന്താണ്? ക്രിയയാണ് അല്ലെ? തലോടി, തലോടുക. ആരെയാ തലോടിയത്? മകനെ. മകനെ ആരാ നേരം? അമ്മ. മകനെ എന്നുള്ളത് എന്താണ് അതില്? കർമ്മാണോ കർത്താവാണോ? കർമ്മം. ഓക്കെ. കർത്താവ് ആരാണ് അതിലത്തെ? അമ്മ അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ ഒരു വാക്യം തന്നു കഴിഞ്ഞാൽ ഏതാണ് കർത്താവ്, ഏതാണ് കർമ്മം, ഏതാണ് ക്രിയ എന്ന് മനസ്സിലാവണം. ഓക്കെ. അപ്പൊ അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി എന്നത് ക്രിയയും അമ്മ എന്നത് കർത്താവും മകനെ എന്നത് കർമ്മവുമാണ്. ഓക്കെ. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. മനസ്സിലായോ? കർത്താവ്, കർമ്മം, ക്രിയ എന്നത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കർത്താവ്, കർമ്മം, ക്രിയ. അപ്പൊ ഒരു വാക്യം, നിങ്ങൾക്ക് ഒരു വാക്യം തന്നിട്ട് അതിലത്തെ കർത്താവ്, കർമ്മം, ക്രിയ ഏതാണെന്ന് ചോദിച്ചാല് പറയാൻ പറ്റണം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ സബ്ജക്റ്റ്, വെർബ് എന്നെല്ലാം? അത് തന്നെയാണ് ഇത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരു വാക്യം തന്നു കഴിഞ്ഞാല് അത് ഏതാണ് കർത്താവ്, ഏതാണ് കർമ്മം, ഏതാണ് ക്രിയ എന്ന് മനസ്സിലായല്ലോ? ഇനി ഏകദേശം തരുമ്പോ മനസ്സിലാവില്ലേ? അപ്പോ അതാണ് കർത്താവ്, കർമ്മം, ക്രിയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൂടി ഒന്ന് വായിക്കണം. മനസ്സിലാവാത്തുണ്ടോ? ഇനി ഏതാണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലായില്ലേ? ഒരു ഇതില് ഒരു വാക്യം തന്നു കഴിഞ്ഞാല് ഏതാണ് അതിലത്തെ കർത്താവ്, ഏതാണ് കർമ്മം, ഏതാണ് ക്രിയ? ഉദാഹരണത്തിന് അമ്മ മകനെ തലോടി, അതിലത്തെ ക്രിയ തലോടി, കർത്താവ് അമ്മ, കർമ്മം മകനെ. കർമ്മം ആരാണ്? മകനെ. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്കിന്ന്. അപ്പൊ ഒന്നുകൂടി അത് ഞാൻ വായിക്കാം. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ആ ക്രിയക്കാണ്. ക്രിയ ചെയ്യുന്ന ആളാണ് ആര്? ക്രിയുന്ന ആളാണ് ആര്? കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള്, അതായത് കർമ്മം എന്നു പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. ജോയൽ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി എന്നത് ക്രിയയും അമ്മ എന്നത് കർത്താവും മകനെ എന്നത് കർമ്മവുമാണ്. ഓക്കെ. അപ്പൊ ഇതെന്ന് ആരാ വായിക്കുന്നത്?
ഓക്കെ, ജസ്റ്റിസ് എന്നാ വായിക്കും. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയയ്ക്കാണ് വാക്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ ആണ്. ഇതിൽ കർമ്മം എന്നു പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകനെ കർമ്മം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അത്. അപ്പൊ അടുത്താരാ വായിക്കുന്നേ? ഓക്കെ, ആതിര. കർത്താവ്, കർമ്മം, ക്രിയ. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയയ്ക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാണ് വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവും ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ ആണ്. ഇതിനു കർമ്മം എന്നു പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകനെ കർമ്മം. ഓക്കെ, അപ്പോ അടുത്ത ഹേവൻ വായിച്ചോ. ഇപ്പൊ വായിച്ചു വീണ്ടും. കർത്താവ്, കർമ്മം, ക്രിയ. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നതു ക്രിയ. ക്രിയയ്ക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രധാനം. ക്രിയ ചെയ്യുന്ന ആൾ കർത്താവ്. ഈ ചെയ്യുന്ന ആളാണ് കർത്താവ്. ആന ക്രിയയാണ്. കർത്താവ് ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിൽ ഏറ്റവും ചെറിയ രൂപം കർത്താവ് ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യത്തിൽ നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടി ഉണ്ട്. അത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ ആണ്. ഇതിനു കർമ്മം പേർ. കർത്താവ്, കർമ്മം എന്നീ 3 അംശങ്ങൾ വാക്യത്തിൽ പ്രധാനമാണ്. താഴെ അമ്മ മകനെ തലോടി. പോയോ? അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ അമ്മ കർത്താവ്, മകൻ എന്നത് കർമ്മം അല്ലേ? അപ്പൊ അമ്മ മകനെ തലോടി എന്ന വാക്യത്തില് തലോടി എന്നത് ക്രിയ, അമ്മ എന്നത് കർത്താവ്, മകനെ എന്നത് കർമ്മം. നെക്സ്റ്റ് ജോയൽ. ആന വരുന്നു എന്ന വാക്യത്തിൽ എന്നതു ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രധാനം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്.
കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടെയുണ്ട്. അത് കർത്താവും ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ്. ഇതിനു കർമ്മം എന്നു പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകൻ കർമ്മം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ശ്രീവിഷ്ണു വീഡിയോ ഓൺ ചെയ്യോ? ശ്രീവിഷ്ണു ഓക്കെ, വായിച്ചേ മോനെ. വീഡിയോ വായിച്ചോ? നമ്മളിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന വായിച്ചമ്മൻ. കർത്താവ്, കർമ്മം, ക്രിയ. കേൾക്കുന്നില്ല, മ്യൂട്ടാണ്, ആള് മ്യൂട്ടാണ്. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നതു ക്രിയ. ക്രിയാത്മകമായി ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവും ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ ആണ്. ഇതിനു കർമ്മം എന്നു പേര്. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകൻ കർമ്മം. ഓക്കെ. നെക്സ്റ്റ് നിജാദ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. നിജാദേ, കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. എന്നാ വായിച്ചോ. വീഡിയോ ഓൺ ചെയ്യണ്ട, വായിച്ചോ. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം പൂച്ച വലിയ എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവ് ചെയ്യുന്ന
ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ്. ഇതിനു കർമ്മം എന്നു പേര്. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ മൂന്നംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകനെ കർമ്മം. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി നല്ലപോലെ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ഇതുകൂടി വരും 7 പാഠവും ഗ്രാമറും, ഇന്ന് പഠിപ്പിച്ചത് വരെയുള്ള ഗ്രാമറും. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.